ഇന്ന് ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു നെക്ക് ചെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഗിയർ വയർ വെച്ചിട്ടും പിന്നെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടുമാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാലുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിക്ക് ഉണ്ടാവുക. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഗിയർ വയർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പെറൻറ്റ് വയറുണ്ട്, അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് ആണ്. അപ്പോൾ എൻ്റെ ഷുഗർ ബീഡ്സ് മൊത്തം മിക്സായി കിടപ്പുണ്ട്. അതൊന്ന് ഷെയ്ക്കായപ്പോൾ അപ്പം മൊത്തം മിക്സായി. പിന്നെ ഞാനത് സെപ്പറേറ്റ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഷുഗർ ബീഡ്സ്. പിന്നെ ഞാനിതിന് യൂസ് ചെയ്തേക്കുന്നത് B700ൻ്റെ ഗ്ലൂ ആണ്. പിന്നെ ഗിയർ വയർ. ഈ 3 സാധനങ്ങളെ വേണ്ടൂ. അപ്പം ഞാനതിൽ ഓരോ സെറ്റും 10 ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. ഒരു ഗിയർ വയറിൻ്റെ അകത്ത് ഞാൻ 4 സെറ്റാണ് കൊടുത്തേക്കുന്നത്. അതിലൊരു സെറ്റിൻ്റെ അകത്ത് 10 ഷുഗർ ബീഡ്സ് വെച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ഒരു സെറ്റ് ചെയ്യുന്നത് മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ, ബാക്കിയെല്ലാം സെയിം റിപ്പീറ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ 10 ഷുഗർ ബീഡ്സ് ഞാൻ ആദ്യം കോർത്തെടുക്കും. കോർത്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കോർത്തെടുക്കാം. അപ്പോൾ 5 കുറഞ്ഞ പോലെ തോന്നി, 15 കൂടിയ പോലെ തോന്നി, അതുകൊണ്ട് ഞാൻ 10 എടുത്തത്. അപ്പോൾ 10 ഇതുപോലെ കോർത്തതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഗിയർ വയറിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം കേട്ടോ. എല്ലാത്തിനും ഒരുപോലെ കൊടുക്കണമെന്നില്ല. അൺഈവണായിട്ട് കൊടുക്കുമ്പോഴാണ് രസം ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒരു ഇഷ്ടമുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ഫ്രണ്ടിൽ വരുന്ന രീതിക്കല്ലേ വേണ്ടത്. അപ്പോൾ ഇഷ്ടമുള്ളൊരു സ്ഥലം എടുക്കുക, അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, ഗ്ലൂ കൊടുക്കുക. അപ്പോൾ അതിലെ ഫസ്റ്റും ലാസ്റ്റും മാത്രമേ ഞാൻ ഫിക്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ, എല്ലാം ഫിക്സ് ചെയ്യുന്നില്ല. ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും മാത്രമേ ഫിക്സ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞാനവിടെ ഫിക്സ് ചെയ്തു. അതുപോലെ തന്നെ ഇനി ലാസ്റ്റ് വരുന്നത് ഞാനവിടെ ഗ്ലൂ കൊടുത്തിട്ട് ഫിക്സ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ കൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇനി എന്ത് ചെയ്യണം, ഒരു ഗിയർ വയറിൽ ഇതുപോലെ 4 സെറ്റ് ആക്കണം. ഞാനിപ്പോൾ ഒരു സെറ്റ് മാത്രം ആക്കുന്നതേ കാണിച്ചുള്ളൂ. അതുപോലെ ഒരു ഗിയർ വയറിൽ 4 സെറ്റ് ആക്കണം. അതുപോലെ 4 ഗിയർ വയർ. ഈ 4 കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഗിയർ ലോക്ക് ചെയ്യണം. എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് പിടിച്ചിട്ടാണ് ചെയ്തത്, അല്ലാണ്ട് ഓരോരോ ലെയറായിട്ടല്ല. എന്നാലും അണ്ണീവണായി കിടക്കുമ്പോൾ രസം ഉണ്ടാവും. കാരണം ഓരോരോ ലെയറായിട്ട് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടണമെന്നില്ല. ഒന്നാമത് ഗിയർ വയറല്ലേ. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓരോ ലെയറായിട്ടൊന്നല്ല ചെയ്തേക്കുന്നത്. എല്ലാം കൂടെ അണ്ണീവണായിട്ട് 4 പിടിച്ചത്. അതാകുമ്പോൾ 4 സ്ഥലത്തൊക്കെയാണ് അതിൻ്റെ ആ സെറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയുണ്ടാവും. ഒരുപോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭംഗി കിട്ടുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്. ഫൈനലി ഇതിൻ്റെ ലോക്ക് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ പേജ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.